നമസ്കാരം. കേരളത്തിലെ പഴങ്ങളിൽ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ചക്ക ആണ്. ഭാവിയിൽ ചക്കയുടെ നാട് എന്ന നിലയ്ക്ക് കേരളം അറിയപ്പെടാൻ ഇടയുണ്ട്. കാരണം കേരളത്തിൽ നിന്നുള്ള ചക്കയും തേനൂറുന്ന ചക്കച്ചുളകളും ഇന്ന് പല വിദേശ രാജ്യങ്ങളിലെയും വിശിഷ്ട വിഭവങ്ങളിലൊന്നാണ്. കണ്ണിറയെ കണ്ട് നമുക്ക് വേണ്ടത്ര വിലയില്ലെങ്കിലും ചക്കയുടെ വില ഇന്ന് ലോകം തിരിച്ചറിഞ്ഞു. ലോകത്തിലെ ഏറ്റവും വലിയ പഴമായ ചക്കയുടെ ജന്മദേശം നമ്മുടെ രാജ്യമായ ഭാരതമാണ്. ചക്കയുടെ ചില ബന്ധുക്കൾ മറ്റു രാജ്യങ്ങളിലുണ്ട്. പോളിനേഷ്യൻ ദ്വീപുകളിലും ബർമയിലുമുള്ള ഒരിനം ബ്രെഡ് ഫ്രൂട്ട് അതിനുദാഹരണമാണ്. പ്ലാവും ചക്കയും കേരളത്തിലെ വീട്ടുവളപ്പുകളിൽ സർവ്വസാധാരണമാണ്. വൈറ്റമിനുകളായ എ, സി എന്നിവ, ധാതുക്കൾ, ഫൈബർ, മാംസ്യം, കൊഴുപ്പ്, കാർബോഹൈഡ്രേറ്റുകൾ തുടങ്ങിയവയുടെ വലിയൊരു കലവറ കൂടിയാണ് ചക്കപ്പഴം. ചില ചക്കകൾക്ക് 50 കിലോഗ്രാം വരെ ഭാരമുണ്ട്. വീട്ടുമുറ്റത്തെ ഒരു പ്ലാവിൽ നിന്ന് വർഷം തോറും 200-ലധികം ചക്ക വരെ ലഭിക്കാം. ചക്ക കഴിക്കാത്ത മലയാളികൾ എത്ര വലിയ ആരോഗ്യ സ്രോതസ്സാണ് പാഴാക്കിക്കളയുന്നതെന്ന് നമ്മളൊന്ന് ചിന്തിക്കേണ്ടതാണ്. വേര് മുതൽ ഇല വരെ ഉപയോഗയോഗ്യമായ വൃക്ഷമാണ് പ്ലാവ്. അത് വിളയുന്നതിന് മുമ്പ് പച്ചക്കറിയായും പഴുത്താൽ പഴമായും നമുക്ക് ചക്ക ഉപയോഗിക്കാം. ചക്കയുടെ പുറംമടലൊഴികെ, അതായത് കരിമുള്ള്, എല്ലാം ഭക്ഷ്യയോഗ്യമാണ്. ചക്കയും ചക്കക്കുരുവുമൊക്കെ ചേർത്തുള്ള വിവിധയിനം വിഭവങ്ങൾ മലയാളിക്ക് ഒഴിച്ചുകൂടാനാവാത്തതാണ്. ചക്ക കൊണ്ട് ജാമ്, ജെല്ലി തുടങ്ങിയ വിശിഷ്ട വസ്തുക്കൾ നമുക്കുണ്ടാക്കുവാൻ കഴിയും. സ്വാദിഷ്ടവും പോഷകസമ്പന്നവുമായ ചക്കയ്ക്ക് ഒട്ടേറെ ഔഷധ ഗുണങ്ങളുണ്ട്. ചക്കയിലും ചക്കക്കുരുവിലും ക്യാൻസർ, എയ്ഡ്സ് എന്നീ മാരക രോഗങ്ങളെ വരെ പ്രതിരോധിക്കാൻ ശേഷിയുള്ള ചില ഘടകങ്ങളുണ്ട്. പ്ലാവിലയ്ക്ക് ഔഷധ ഗുണമുണ്ടെന്ന് തിരിച്ചറിഞ്ഞ പഴമക്കാരിൽ നിന്നാണ് പ്ലാവില കൊണ്ട് നമ്മൾ കഞ്ഞി കുടിക്കുന്ന പതിവ് ആരംഭിച്ചത്. 2 ഇനം ചക്കകളാണ് നമ്മുടെ നാട്ടിലുള്ളത്: വരിക്ക, കൂഴ. ഒരു പഴഞ്ചൊല്ലുണ്ട്: ചക്ക തിന്നുന്തോറും പ്ലാവ് വെക്കാൻ തോന്നും. ഈ പഴഞ്ചൊല്ല് മാത്രം മതി ചക്കയ്ക്ക് കേരളത്തിലുണ്ടായിരുന്ന പ്രാധാന്യം മനസ്സിലാക്കാൻ. നമ്മുടെ വിശിഷ്ട പഴമായ ചക്കയെ പറ്റിയുള്ള ഈ ചെറിയ വിവരങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കുന്നു. നന്ദി, നമസ്കാരം.